ഓക്കെ, ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടൊരു സമൂഹം നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഹെൽനോസ് പാട്ട എന്നിട്ടുള്ള ആ അക്കൗണ്ടിൽ നിന്നും വളരെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഇൻഫ്ലുവൻസർ ആണ് എന്നൊക്കെ പറയണു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസർ ആർ നോട്ട് ആൻ ഇൻഫ്ലുവൻസർ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും നമ്മൾ ഒരു വ്യക്തിയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അപ്പോൾ അവർ മുമ്പേ ഒരു മെയിലായിരുന്നു. അവരുടെ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലായി, അവർ ട്രാൻസ്ജെൻഡർ ഫീമെയിൽ എന്നുള്ളൊരു അതിലേക്ക് അവർ മാറി ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവരെന്താണ് അവരുടെ രീതിയിൽ നടക്കുന്നു, നന്നായിട്ട് ഒരുങ്ങുന്നു, നല്ല സുന്ദരിയായിട്ട് നടക്കുന്നു. അപ്പം അവർ അനുസരിച്ചിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പം അത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതായത് ഇവർ പറയുന്നു, അവർ പറയുന്നു. ശരിക്കും ഈ ധന്യ എന്ന് പറയുന്നില്ല, ധന്യ ചേച്ചിക്ക് ഒരു കാരണവശാലും അവരെ അധിക്ഷേപിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ വെച്ചിട്ട് അവർ ജീവിച്ച് അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു വ്യക്തിയെ ഇത്രയധികം അധിക്ഷേപിക്കുന്ന അവർക്ക് എന്താണ് ഇപ്പോൾ ഈ അടുത്ത് പറയുന്ന ഒരുപാട് ഇഷ്യൂസ് അവർ പറയുന്നുണ്ട്. അപ്പം അത് അവരുടെ ആഗ്രഹങ്ങളല്ലേ. അപ്പം അവർ അതിനനുസരിച്ച് അവർ പറഞ്ഞോട്ടെ. പിന്നെ അവർ മോശമായിട്ടുള്ള രീതിയിൽ വേറൊരു വ്യക്തിയെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന രീതിയിലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ പെട്ടിട്ടുള്ള അവരുടെ ഒരുപാട് പേര് അങ്ങനെ വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു സമൂഹം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പം നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ ഒരു കമൻറ്റ് ബോക്സ്, ഇപ്പോൾ ഫേസ്ബുക്കോ വാട്സപ്പൊക്കെ ഒരു കമൻറ്റ് ബോക്സ് തുറന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രേണുസുതി പോലെയുള്ള, രേണുസുതിയൊക്കെ എന്ന് പറയുന്ന അത്രയും ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഹസ്ബൻഡ് മരിച്ചു, എന്നിട്ട് അവരങ്ങനെ ഒതുങ്ങിക്കൂടി നിന്നിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഭയങ്കര പുരോഗമന സാഹിത്യമൊക്കെ പറയുന്നവരാണ് അല്ലേ? പിന്നെ ഒരുപാട് പണ്ടത്തെ ഫിലിമിലൊക്കെ നമ്മൾ കാണണം, ഇങ്ങനെ ആവരുത്, പിന്നെ അതാണ് ഇതാണ് സതിയെല്ലാം നിർത്തലാക്കി നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലേക്ക് വന്നിട്ട് പിന്നെ രേണുസുതിയൊക്കെ പോലെയുള്ളവർ ഉയർന്നു വരുന്ന സമയത്ത് നമ്മളെന്താ, എന്തുകൊണ്ടാണ് പിന്നെ ഇന്ദ്രൻസും അതുപോലെ ഹരിശ്രീ അശോകനും പിന്നെ അതുപോലെ തന്നെ കലാഭവൻ മണിച്ചേട്ടനും അവരൊക്കെ ഒരു മെയിലായിട്ടുള്ള അവർ പിന്നെ കോമഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പിന്നെ കൽപ്പന ചേച്ചിയൊക്കെ നല്ല രീതിയിൽ കോമഡി ചെയ്ത് അത്രയും എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് നമുക്ക് രേണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സെൻസിൽ എടുത്തുകൂടെ? എന്തുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ അത്രയും അധിക്ഷേപിക്കുമെന്നുള്ളത് ഒരു സാക്ഷരത കേരളത്തിന് യോജിച്ചതാണോ? അല്ലേ? അപ്പം നമ്മളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, അവരിങ്ങനെയാവണം, ഒരു സൗന്ദര്യമുള്ളവരാണ്. സൗന്ദര്യമുള്ളവർക്ക് മാത്രമല്ലടോ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്, സൗന്ദര്യം ഇല്ലാത്തവരും അഭിനയിക്കണ്ടേ? എന്നാലല്ലേ അത് സിനിമയാവുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും മുന്നേ അത്രയും സൗന്ദര്യമുള്ളവരുടെ മാത്രമാണോ സിനിമ എന്ന് പറയുന്നത്? സുരേഷ് കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയിൽ പറയുന്നുണ്ട് അല്ലേ, ഓരോ പുൽക്കൊടിക്കും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടെന്ന്. അപ്പം നമ്മുടെ വിഷയത്തൊന്നും മാറിപ്പോകുന്നില്ല. ഇതിന് മലയാളികളുടെ ഇതിൽ മാത്രമാണ് ഞാൻ ഇത്രയും ഇത് കണ്ടിട്ടുള്ളത് കേട്ടോ. രേണുസുതി പോലെയുള്ള ആളുകൾ പിന്നെ അവർ ഉയർന്നു വരുന്ന സമയത്ത് അവരുടെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോന്നാണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിലും ഇപ്പം. അപ്പോൾ ജാസി ഇങ്ങനെ ആവണമെന്ന് ഈ ഹെൽനോട്സ് പാട്ട എന്ന അക്കൗണ്ടിലുള്ള ധന്യ ചേച്ചിയും അതുപോലെ തന്നെ തിരിച്ച് പ്രതികരണങ്ങൾ കൊടുക്കുന്ന ജാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. ഇൻ കേസ് ഇവരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ
പിന്നെ നമ്മൾ ആ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിർത്തിയിട്ട് ഹിൽഡോസ് പാട്ടയെ പോലെയുള്ള ഒരുപാട് നല്ല രീതിയിൽ പ്രചോദനം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഹിൽഡോസ് പാട്ട. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലേക്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആവും അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട്. ഓക്കെ,